ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ഗോതമ്പിൻ്റെ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഗോതമ്പ് പൊടിയല്ല, പുട്ടുപൊടിയായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. കുറച്ച് തരിയൊക്കെ ഉള്ളതാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് കുതിർത്തി വയ്ക്കാം. നല്ല ടേസ്റ്റിയാണ്, എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അതുപോലെ തന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കും ഇത് നല്ല ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്കിപ്പോൾ ഗ്യാസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരം പലഹാരമായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുക്, കറിവേപ്പില, ഉഴുന്നുപരിപ്പ്, അതുപോലെ കടലപ്പരിപ്പ്, വറ്റൽമുളക് ഇവയെല്ലാം ഇട്ട് ഒന്ന് വറക്കാനിടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവിയിൽ വേവുന്നതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മളിതിങ്ങനെ കുറുക്കിയെടുത്തതിന് ശേഷം എടുക്കുന്നതുകൊണ്ട് ചെറിയ ഇതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയാണ്, സവോളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ആ സമയത്ത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് കടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടത്. ഇനി കുറച്ച് കോക്കനട്ട് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 3-ാം പാലിൻ്റെ പരുവത്തിൽ എടുത്താൽ മതിയാകും. ഒരുപാട് കുറുകിയ പാലൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ ആ കുതിർത്തി വെച്ച ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, പുട്ടുപൊടി, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതിയാകും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണ്ടത് ആവശ്യത്തിന് ഇട്ട് കൊള്ളണം. ഞാൻ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം തേങ്ങ വിലയൊക്കെ ഭയങ്കര കൂടുതലുമാണ്. പിന്നെ കൊളസ്ട്രോളിന് തേങ്ങയൊന്നും അധികം, തേങ്ങാപ്പാൽ എടുക്കുന്നതുകൊണ്ട് തന്നെ തേങ്ങ ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് സൈഡൊക്കെ വിട്ട് വരുത്തക്കവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും. ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയാലും രാത്രിയിലും വേണമെങ്കിൽ ഒന്നുകൂടെ ആവി കയറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ കുറവ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഉണ്ടാക്കുന്ന പലഹാരം തന്നെ രാത്രിയിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയാൽ മതിയാകും. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഞാനിതിപ്പോൾ ഇങ്ങനെ വെന്ത് വന്നതിന് ശേഷം വാങ്ങിയെടുത്തിട്ട് ഡ്രൈ കോക്കനട്ട് ഉണ്ടല്ലോ, അതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും എടുക്കണമെന്നില്ല, ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്